ഈ ദിവസങ്ങളിലും നമ്മൾ നാഥനായ റബ്ബിലേക്ക് കൂടുതൽ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുകളും ഒക്കെയായി നാഥനായ റബ്ബിലേക്ക് അടുക്കേണ്ട ദിനരാത്രങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും. ഇന്ന് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ബീവി സഫിയ റളിയല്ലാഹു അൻഹ എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ വഫാത്തിന്റെ ദിനം കൂടിയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ മനസ്സിൽ ആഗ്രഹം കാണിക്കുകയും ആഗ്രഹം കൊണ്ടു നടക്കുകയും അങ്ങനെ പരിശുദ്ധമായ മദീനയിൽ നിന്നൊരു പൂർണ്ണ നിലാവ്, പൂർണ്ണ ചന്ദ്രൻ തന്റെ മടിയിലേക്ക് വന്ന് വീഴുന്നതായും ഒക്കെ സ്വപ്നം കണ്ട് പിന്നീട് തന്റെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ മരണപ്പെടുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വിധവയായി കഴിയുന്ന സമയത്ത് പല കല്യാണ അന്വേഷണങ്ങൾ വരികയും അവസാനം മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹയെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. لا حول ولا إله لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. മഹദിയായ സഫിയ ബീബി റളിയല്ലാഹു അൻഹ അവര് കിനാന എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായ ഒരു കല്യാണം നടന്നത്. അങ്ങനെയാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ സ്വപ്നം കാണുന്നത് മദീനയിൽ ഒരു പൂർണ്ണചന്ദ്രൻ തന്റെ മടിയിൽ വന്ന് വീഴുകയാണ്.
മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഈ സന്തോഷം തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവിന് മനസ്സിലായി മദീനയുടെ രാജകുമാരൻ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ അവരെ മടിയിൽ അവരെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണല്ലേ നീ എന്ന് പറഞ്ഞ് സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ അവരെ അടിക്കുന്നു. ഖൈബർ കോട്ട പിടിച്ചതിന്റെ ശേഷം സഹബാ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുക്കിയൊരു കൂടാരമുണ്ട്. ആ ടെന്റിന്റെ ഉള്ളിൽ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളുടെ മടിയിൽ തലവച്ച് ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സഫിയ ബീവിയുടെ മടിയിൽ തലവച്ച് മതേ കിടക്കുകയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, സഫിയ, മുഖത്തൊരു അടയാളമുണ്ടല്ലോ, ഒരു പാടുണ്ടല്ലോ, എന്താണ് സഫിയ ഈ കാണുന്നത്? സഫിയ ബീവി പറഞ്ഞു, അതെ, എന്റെ ഭർത്താവായ കിനാന എന്നെ അടിച്ച അടിയായിരുന്നു നബിയേ. അന്ന് ജൂതന്മാരാൽ അങ്ങനെയൊരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ച ഒരു രാജകുമാരിയാണ്. അതേ, ഖൈബറിന്റെ രാജകുമാരിയാണ് സഫിയ ബീവി. അല്ലാഹ്. അങ്ങനെ ഖൈബർ പിടിച്ചടക്കിയപ്പോൾ, ഖൈബർ എന്ന് പറയുന്ന വലിയ ഖൈബർ അത് പിടിച്ചടക്കിയപ്പോൾ അവര് മുസ്ലിമീങ്ങൾ ഖമ്മൂസ് കോട്ടയുടെ നായകനായ സഫിയ ബീവിയുടെ ഭർത്താവായ കിനാനയെ വധിച്ചു കളഞ്ഞു. അങ്ങനെ അവര് ഒരുപാട് ആളുകളെ ബന്ദികളാക്കി. ഖൈബർ യുദ്ധത്തിൽ ബന്ദികളാക്കിയവരിൽ അങ്ങനെ ഓരോരുത്തരെയും ആ ബന്ദികളാക്കിയ സ്ത്രീകളെ ഓരോരുത്തർക്കും അവര് വീതം വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഈ യുദ്ധം മുതല് അത് വീതം വെച്ചെടുക്കുകയാണ്. അതിന് കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ വീതം വെച്ച് വെക്കുന്ന സമയത്ത് സഫിയ ബീവി എന്ന ആ രാജ്യത്തിന്റെ രാജകുമാരി, കിനാനയുടെ ഭാര്യ, അവരെ കിട്ടിയത് ദിഹിയത്തുൽ ഖൽബ് എന്ന് പറയുന്ന ഒരു സ്വഹാബിക്കാണ്. ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു. അങ്ങനെ ദിഹിയത്തുൽ ഖൽബിനത് കിട്ടിയപ്പോൾ, ഓഹരി വെച്ചപ്പോൾ സഫിയ ബീവിയെ കിട്ടിയത് ദിഹിയത്തുൽ ഖൽബിക്കാണ്. അപ്പൊ പിന്നെ ബനൂ നദീർ രാജകുമാരിയായ സഫിയെ അത് ഏറ്റെടുക്കാൻ അർഹതയുള്ളത് മുത്തുനബിക്കാണ്. അതുകൊണ്ട് ദിഹിയത്തുൽ ഖൽബ് നബിയെ, സഫിയയെ അങ്ങ് ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്. വേറെയും ഒരുപാട് സ്വഹാബികൾ നിർദ്ദേശിച്ചു, സഫിയ ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ എടുക്കട്ടെ, റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകണം. അങ്ങനെയാണ് ദിഹിയത്തുൽ ഖൽബിയുടെ ഭാര്യയാവേണ്ടിയിരുന്ന സഫിയ ബീവി ഹബീബായ തങ്ങളുടെ ഭാര്യയായി വരുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഫിയ, അതേ, ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. അതല്ല, ജൂതമതത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ എന്റെ കൂടെ വരാൻ കഴിയില്ല. ഹബീബായ തങ്ങൾ സഫിയ ബീവിക്ക് സ്വാതന്ത്ര്യം നൽകി. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇസ്ലാമിലേക്ക് വരുന്നോ, അതല്ല ജൂതമതത്തിൽ തന്നെ നിൽക്കുന്നോ? സഫിയ ബീവിക്ക് വേറെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നബിയേ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി സുഫിയ ബീവി അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന് അങ്ങനെ ആ മദീനയിലെ പൂർണ്ണ ചന്ദ്രനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ തന്റെ ഭർത്താവായി സ്വീകരിക്കുകയാണ്. മാഷാ അല്ലാഹ്. പണ്ട് കണ്ട സ്വപ്നം അതുപോലെ യാഥാർത്ഥ്യമായി. സുഫിയ ബീവിയുടെ വലിയൊരു അഭിലാഷവും വലിയൊരു ആഗ്രഹവുമാണ് അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായി വരിക എന്ന ആ വലിയ സൗഭാഗ്യം. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരും അഥവാ അബൂ സുഫിയാന്റെ മകള് അവരും ഹബീബായ തങ്ങളുടെ ഭാര്യയായി വരുന്നത് അതേ സമയത്ത് തന്നെയായിരുന്നു. അങ്ങനെ സുഫിയ ബീവിക്കും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്കുമെല്ലാം വേറെ വേറെ റൂമുകൾ ഒരുക്കിയിരുന്നു. പ്രഥമഘട്ടത്തില് മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ ബീവിയുണ്ട്. അവർക്ക് സുഫിയ ബീവി വലിയ രാജകുമാരിയാണ്, വലിയ വലിയ അധികാരമുള്ള സ്ഥലത്ത് നിന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചെറിയൊരു നീരസമുണ്ടായി. ചെറിയ സ്ത്രീകൾ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടാവല്ലോ, അതുണ്ടായി. അങ്ങനെ ഈ സുഫിയ ബീവിയെ ഹഫ്സ ബീവിയും അതുപോലെ ആയിഷ ബീവിയും ഒക്കെ റളിയല്ലാഹു അൻഹുമാ ചിലപ്പോഴൊക്കെ ചെറിയ കളിയാക്കുന്ന രൂപത്തിൽ ജൂതപ്പെണ്ണ് എന്നൊക്കെ ഒരു ചെറിയൊരു വർത്തമാനമൊക്കെ പറയാറുണ്ടായിരുന്നു. കളിയാക്കുകയാണ്. അങ്ങനെ അങ്ങനെ വിളിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ചെറിയൊരു ഇതുണ്ടായി. ഹബീബായ തങ്ങളുടെ അടുക്കൽ പോയി സുഫിയ ബീവി പറഞ്ഞു, നബിയേ, മറ്റു ഭാര്യമാരായ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും എന്നെ കളിയാക്കുന്നു നബിയേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഫിയ, ഇനി കളിയാക്കിയാൽ ഇങ്ങനെ പറഞ്ഞോ, എന്റെ ഭർത്താവ് മുഹമ്മദാണ്, എന്റെ പിതാമഹൻ ഹാറൂനാണ്, എന്റെ പിതൃവ്യൻ മൂസയുമാണ്. ഇനി കളിയാക്കിയാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ആര് എവിടെ നിന്ന് വന്നാലും ഇപ്പോൾ ഞാന് മുഹമ്മദ് നബിയുടെ ഭാര്യയാണ്, എന്റെ പിതാമഹൻ ഹാറൂനാണ്, എന്റെ പിതൃവ്യൻ മൂസയാണ്. അതിനാൽ നിങ്ങളെക്കാൾ യോഗ്യനാണ് ഞാൻ എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. സുഫിയ ബീവിക്ക് മുത്ത് റസൂലുള്ള ധൈര്യം പകരുകയാണ്. പിന്നീട് ഹഫ്സ ബീവിയും സുഫിയ ബീവിയും സൗദ ബീവിയുമെല്ലാം വലിയ അടുത്ത സൗഹൃദ ബന്ധങ്ങളിലായി. പിന്നെ വലിയ സ്നേഹത്തിലായി, വലിയ സ്നേഹത്തിലായി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് പനി വന്നപ്പോൾ സുഫിയ ബീവി പറഞ്ഞു, അത്രേ നബിയേ, ആ രോഗം എനിക്ക് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സുഫിയ ബീവിയുടെ കണ്ണിലൂടെ കണ്ണുനീർ വരികയാണ്.
ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ഭാര്യയാണ്. എല്ലാ ഭാര്യമാർക്കും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നല്ല. എന്നാൽ അവരുടെ വർത്താനം, നബിയെ അങ്ങയുടെ രോഗം എനിക്ക് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ ഇതിങ്ങനെ കേട്ടപ്പോ മറ്റു ഭാര്യമാർ ഇങ്ങനെ ഉണ്ടാവല്ലോ. ഒരു ഭാര്യ അങ്ങനെ പറയുമ്പോ മറ്റു ഭാര്യമാർ ചിലപ്പോ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ അവരിങ്ങനെ പറയുമ്പോ റസൂലുള്ളാഹി പറയും, അതേ സഫിയ ബീവി പറഞ്ഞത് അവരുടെ ഹൃദയത്തിലുള്ള വർത്തമാനങ്ങളാണ്. വെറുതെ അവരെ കളിയാക്കേണ്ടതില്ല, അവർ മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. ആ രോഗം എനിക്ക് വന്നിരുന്നെങ്കിൽ അത്രമാത്രം. അങ്ങനെ മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹ യാ അല്ലാഹ് ബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഇസ്ലാമിക ജീവിതം നയിച്ച് വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞു. വലിയ ധർമ്മിഷ്ഠയായിരുന്നു അവര്. മരണത്തിന് മുമ്പ് തന്റെ വീട് പോലും ദാനം ചെയ്തു അവര്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കലാപകാരികളുടെ തടങ്കലിൽ കഴിയുമ്പോൾ രഹസ്യമായി മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഖൈബറിലെ ജൂതനായ നേതാവ് ഹുയയ്യ് ഇബ്നു അഖ്താബിന്റെ പുത്രിയാണ്. ഹുയയ്യ് ഇബ്നു അഖ്താബിന്റെ പുത്രിയാണ് ഹുയയ്യ് ഇബ്നു അഖ്താബ്. ക്രിസ്തു വർഷം അങ്ങനെ സല്ലാം ഇബ്നു മുഷ്കിം ആയിരുന്നു ആദ്യത്തെ വരൻ. പിന്നീട് കിനാനത്തുർ റബീഇന്റെ വധുവായി. രണ്ട് ഭർത്താക്കന്മാരെ സ്വീകരിച്ചതിന്റെ ശേഷം പിന്നീടാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഹിജ്റ 7-ാം വർഷം ഉമ്മുൽ മുഅ്മിനീനായി മുത്തു റസൂലുള്ളാഹിന്റെ ഭാര്യയായി വരുന്നത്. അല്ലാഹ് 62-ാമത്തെ വയസ്സിലാണ് മഹദിയവറുകളെ ഹിജ്റ 52-ാം വർഷം മഹദിയായ മുആവിയ റളിയല്ലാഹു അൻഹയുടെ ഖിലാഫത്ത് കാലമായിരുന്നപ്പോൾ മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഒരു റമളാൻ 14 യാത്രയായി. റമളാൻ 14 സഫിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് 62-ാമത്തെ വയസ്സിൽ. മാഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹയുടെ
പരിശുദ്ധമായ ഓർമ്മകളെ അയവിറക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, സുഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നമുക്ക് മഹദിയായ ഉമ്മയുടെ ആ മഹത്തായ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ മജ്ലിസ് നമ്മൾ ആരംഭിക്കുകയാണ്.